നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് കൈക്ക് പരിക്കേറ്റ നൌഫിയുടെ പരാതിയിൽ ഇടപെടാതെ ഡിഎംഒ. പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന വിചിത്ര മറുപടിയാണ് ഡിഎംഒ കുടുംബത്തിന് നൽകിയത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് കുടുംബം ഡിഎംഒയ്ക്ക് പരാതി നൽകിയിരുന്നത്. ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് കോൺക്രീറ്റ് പാളി അടർന്നു വീണ് നൌഫിയുടെ മുതുകിനും കൈക്കും പരിക്കേറ്റത്. 2-ാം തീയതി വ്യാഴാഴ്ചയാണ് സംഭവം. ഉപ്പായം കൊണ്ട് ഓർത്തോപ്പിൽ നടുവേദനയ്ക്ക് കാണാൻ പോയ സമയത്ത് ഡോക്ടർ ഓർത്തോയിൽ ഇല്ലാത്തതുകൊണ്ട് PMR OP തന്ന് അങ്ങനെ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്നെല്ലാം കൂടി ഇടിഞ്ഞ് ഷോൾഡറിലും നടുവിലുമായിട്ട് വന്നിടിച്ച്. പൊട്ടലൊന്നുമില്ല, നല്ല ചതഞ്ഞ് വേദനയുണ്ട്. DMOക്ക് പരാതി കൊടുത്ത് മെയിൽ അയച്ചായിരുന്നു, പക്ഷെ റെസ്പോൺസ് ഒന്നും ഇല്ല. അങ്ങനെ പിന്നെ വിളിച്ചിരുന്നോ DMO? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. അന്ന് സംഭവിച്ചതിന്റെ അന്ന് ഡെവലപ്പ് കമ്മിറ്റിയിൽ ഒരു മെമ്പർ ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു റെസ്പോൺസും ഇല്ല. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ സോളമൻ, ഈ അപകടമുണ്ടായ വിവരം ആശുപത്രി അധികൃതർ DMOയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒപ്പം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൌഫിയുടെ കുടുംബം നൽകിയ പരാതിയും DMOയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണോ നൽകുന്ന വിചിത്ര വിശദീകരണം? ആര്യ, ഏറെ വിചിത്രമായിട്ടുള്ളൊരു മറുപടിയാണ് DMO ഈ വിഷയത്തിൽ ഇപ്പോൾ നൌഫിയയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇത് ഫോൺ വഴിയാണ് അവർ ബന്ധപ്പെട്ടത് കുടുംബം. ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുന്നത് രോഗം ചികിത്സിക്കാനാണ്. എന്നാൽ ഇവിടെ നൌഫിയ വാപ്പച്ചിക്കൊപ്പം പോകുന്നു. നടുവേദനയുമായി ബന്ധപ്പെട്ടാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഓർത്തോ വിഭാഗം ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നത്. അവിടെ ഇരിക്കുന്ന സമയത്താണ് കോൺക്രീറ്റ് പാളി അടർന്നു വീണ് നൌഫിയുടെ മുതുകിലും കൈക്കും പരിക്കേൽക്കുന്നത്. ഈ കൈക്ക് ചതവ് പറ്റി ഇപ്പോൾ 3 ആഴ്ചത്തെ വിശ്രമം ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അവിടെ ഈ സംഭവം നടക്കുമ്പോൾ പോലും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഒരു എക്സ്റേ എടുക്കാൻ പോലുമുള്ള സംവിധാനം ആ ആശുപത്രി ഇല്ല എന്നുള്ളതാണ്. അവിടുത്തെ എക്സ്റേ മെഷീനെല്ലാം കേടുപറ്റിയിരിക്കുന്നു. തുടർന്ന് ആ കുടുംബം പുറത്തുപോയി എക്സ്റേ എടുത്ത് വന്ന് ഡോക്ടറെ കാണിച്ചാണ് തുടർന്നുള്ള ചികിത്സകളൊക്കെ നടത്തിയത്. അതിൽ തന്നെ 700 രൂപ മാത്രമാണ് ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കുടുംബം DMOക്ക് പരാതി നൽകിയത്. പക്ഷേ പരാതി ഇതുവരെയും ശ്രദ്ധയപ്പെട്ടിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് DMO ഫോൺ വെക്കുന്നു. ഇതുവരെയും ആ കുടുംബം ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ പോലും DMO ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതരും ആ കുടുംബത്തെ കൈയൊഴിഞ്ഞ മട്ടിലാണ്. നിരവധി തവണ DMOയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. DMOയുടെ ഓഫീസിനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെയും ഇതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ആര്യ.